പ്രചോദനം എന്ന് പറയാൻ പറ്റില്ല. അതിൻ്റെ പ്രൊഡ്യൂസേഴ്സ്, ഇതിൻ്റെ റൈറ്റ്സ് ഉണ്ടായിരുന്ന പ്രൊഡ്യൂസേഴ്സ് ഒന്ന് അപ്രോച്ച് ചെയ്യായിരുന്നു അവർക്ക് സിനിമ ചെയ്യണം എന്നുള്ള ആവശ്യമായിട്ട്. ഞങ്ങളിരുന്ന് ആലോചിച്ചു നമുക്കിത് ചെയ്യണോ, കാരണം അത് അങ്ങനത്തെ ഒരു ഫ്രാഞ്ചൈസിയാണിത്. ഈ 2 സിനിമകൾ, അതിനു മുമ്പുള്ള 2 സിനിമകളും ആളുകളുടെ ഇടയിൽ അതുപോലെ സ്വാധീനിക്കപ്പെട്ട സിനിമകളാണ്. അപ്പം അതിൻ്റെ ഒരു തുടർച്ച നമ്മൾ ചെയ്യുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം എന്നുള്ളതുകൊണ്ട് തന്നെ ചെയ്യണോ എന്ന് നമ്മൾ ആദ്യം ആലോചിച്ചു. അതൊരു 1.5-2 വർഷം മുൻപാണ്, 1.5 വർഷത്തിന് മുകളിലായി. എന്നിട്ട് ഞങ്ങൾ തീരുമാനിച്ചത് അത് നല്ലൊരു ത്രെഡ് കിട്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്കതുപോലെ എടുക്കാമെന്ന് തോന്നുമ്പോൾ മാത്രം അതിലേക്ക് വന്നാൽ മതി എന്നുള്ളതുകൊണ്ട് നമ്മളത് പതിയെ പിന്നത്തേക്ക് വയ്ക്കുകയാണ്. അപ്പോൾ ഞാൻ വേറൊരു പ്രൊജക്റ്റിൻ്റെ പുറകിലേക്ക് പോയി. അവർ ഹണീബിയുടെ പരിപാടികളൊക്കെ ആയിട്ട് വന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കെ എനിക്കൊരു നല്ല ത്രെഡ് കിട്ടുകയും അത് അവരുമായിട്ട് ഷെയർ ചെയ്യുകയും ചെയ്തു. എന്നാൽ പിന്നെ നമുക്ക് തുടങ്ങാം എന്നുള്ള രീതിയിൽ അങ്ങനെയാണ് ഇതിനകത്തേക്ക് വീണ്ടും വന്നത്. ഇപ്പോൾ ഒരു 1.5 വർഷത്തിന് മുകളിലായത്. ശരിക്കുള്ള പേടി സിദ്ദിഖ് ലാൽ എന്ന് പറയുന്ന ഒരു ഏറ്റവും വലിയ മലയാളത്തിലെ ഒരു കൂട്ടുകെട്ട്, അവർ ചെയ്ത അവരുടെ തുടക്കകാലത്ത് ചെയ്ത സിനിമകളാണ്. ആദ്യത്തെ സിനിമയാണ് റാംജി റാവു. അതിനുശേഷം പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണ് മന്ദാർമത്തയിലേക്ക് വരുന്നത്. അത്രയും വലിയ 2 വിജയങ്ങൾ എന്നുള്ളത് തന്നെയാണ്. അതേസമയം പേടിയല്ല, എന്നെ സംബന്ധിച്ച് പേടിയല്ല. നമ്മൾ അതിൽ ഒരു 2ാം ഭാഗം എന്നുള്ളതൊന്നും നോർമലി ഞാനും എനിക്ക് തോന്നുന്നില്ല നമ്മുടെ ജനറേഷനുള്ള ആരും അങ്ങനെ ആലോചിക്കുമെന്ന് തോന്നുന്നില്ല. അതാണ് ആ പടത്തിൻ്റെ 2ാം ഭാഗം എടുത്ത് കളയാം അങ്ങനെയൊന്നുമില്ല. പക്ഷേ നല്ലൊരു ഓഫർ വന്നപ്പോൾ അത് കൊള്ളാം. എനിക്കതിൻ്റെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് നമ്മുടെ വളരെ ചെറുപ്പമുള്ള സമയത്ത് കണ്ട് പൊട്ടിച്ചിരിച്ച സിനിമയുടെ അടുത്ത ഭാഗമാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. പക്ഷെ അതിനകത്ത് ഒരിക്കലും ക്യാരക്ടേഴ്സ് അല്ലാതെ മറ്റൊന്നും അതിനകത്ത് സ്വാധീനിച്ചിട്ടില്ല. കാരണം ക്യാരക്ടേഴ്സിനെ മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. അങ്ങനെ തന്നെ ആകണം. പിന്നെ ആ സിനിമയ്ക്ക് ഒരു സ്വഭാവമുണ്ട്, ആ കഥാപാത്രങ്ങൾക്കൊരു സ്വഭാവമുണ്ട്. അതിൽ നിന്ന് വിട്ടുപോയാലാണ് ആ സിനിമ വേറെ ആയിപ്പോവുക. അപ്പോൾ അത് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ മന്ദാർമത്തായി സ്പീക്കിംഗ് ടു എടുത്തിരിക്കുന്നത്. എന്തായാലും ഒരു ഭാഗ്യവുമാണ്, ഒപ്പം വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ് എന്നുള്ളതുകൊണ്ട് ഒരേ സമയം സന്തോഷം, ഒരേ സമയം ചെറിയൊരു ഉത്കണ്ഠയുമുണ്ട്. അത് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് അവരെ കോമ്പറ്റ് ചെയ്യുക എന്ന് പറയുന്ന പരിപാടികളൊന്നും നടക്കുന്നതല്ല. അങ്ങനെയല്ല. ഇതിനകത്ത് നമ്മളിപ്പോൾ എത്ര നന്നായി ചെയ്താലും ആ സിനിമയെ ആൾക്കാർ കമ്പയർ ചെയ്യും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ആ ഒരു ബോധത്തോடு തന്നെയാണ് എൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയതും ഞങ്ങളെല്ലാവരും എൻ്റെ വർക്കുമായിട്ട് മുന്നോട്ട് പോയതും. തീർച്ചയായിട്ടും ഇത് ഭാഗ്യം തന്നെയാണ്. ഇവരെ ഒന്നും ഇനി പഴയ പോലെ ജോലിയില്ലാത്ത ചെറുപ്പക്കാരെന്നൊന്നും പറഞ്ഞ് നമുക്ക് കാണിക്കാനേ കഴിയില്ല. മേക്കപ്പിനൊക്കെ ഒരു പരിധിയില്ലെന്ന് ചോദിച്ച പോലെ അവരുടെ എല്ലാം പ്രായത്തെ അംഗീകരിച്ചുകൊണ്ട് അതൊക്കെ മാനിച്ചുകൊണ്ട് തന്നെ 19 വർഷത്തിന് ശേഷമാണ് സിനിമ വരുന്നത്. അപ്പം അതെല്ലാം മാനിച്ചുകൊണ്ട് തന്നെയാണ് ക്യാരക്ടേഴ്സ് എഴുതിയിരിക്കുന്നത്. അവരുടെ ഇപ്പോഴുള്ള പ്രായം പോലെ തന്നെയാണ് വെച്ചിരിക്കുന്നത്. അപ്പം ഇതിനെ ഇവരെ ചെറുപ്പക്കാരാക്കാനുള്ള ശ്രമങ്ങളൊന്നുമില്ല. അതേപോലെ തന്നെ ഇവർക്ക് ആ ക്യാരക്ടേഴ്സ് എങ്ങനെ വളർന്നോ വലുതായോ അതുപോലെ തന്നെ. പിന്നെ ഇന്നത്തെ രീതിയിലുള്ള ഇവരിപ്പോൾ ഉർവശി തിയേറ്റേഴ്സ് എന്നുള്ള ഇതൊക്കെ നിർത്തി ഉർവശി ടൂർസ് ആൻഡ് ട്രാവൽസ് ഒരു ട്രാവൽ ഏജൻസി നടത്തുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു മാറ്റം. തൊഴിലില്ലാത്ത ചെറുപ്പക്കാരല്ല, തൊഴിലുണ്ട്. അവർ തന്നെ എന്തായാലും ഇത്രയും വർഷം തൊഴിലില്ലാതിരിക്കില്ലല്ലോ. അപ്പോൾ അവരുടെ ഒരു ജീവിതമാർഗ്ഗം ഒരു ട്രാവൽ ഏജൻസിയാണ്. ഞങ്ങൾക്ക് നല്ല പേടിയുണ്ടായിരുന്നു. ഇവർക്ക് ഈ സിനിമയ്ക്ക് ആദ്യം വേണ്ടത് ഇവരുടെ അന്നത്തെ പോലുള്ളൊരു പെർഫോമൻസാണ് ആദ്യം വേണ്ടത്. ഞങ്ങൾക്ക് നല്ല പേടിയുണ്ടായിരുന്നു ഇവരൊക്കെ പഴയ ബാലകൃഷ്ണൻ, മത്തായി ചേട്ടനും ഗോപാലകൃഷ്ണനൊക്കെ ആകുമെന്ന്. പക്ഷെ അവരും അതിനുവേണ്ടി നന്നായിട്ട് തയ്യാറെടുത്തു എന്നുള്ളതാണ്. കഥ പറയാൻ പോയത് മുതൽ അവരുടെ അടുത്ത് അവർ ഭയങ്കര ആവേശത്തോടു കൂടിയാണ് ഇതിനെ അപ്രോച്ച് ചെയ്തത്. അത് തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ്. ഇന്നസെൻ്റ് ചേട്ടനൊക്കെ ഞാൻ മുമ്പ് വർക്ക് ചെയ്തിട്ടുള്ളതാണ് അദ്ദേഹത്തെ വെച്ചിട്ട്. പക്ഷെ അന്നൊന്നും ഇല്ലാത്തൊരു പ്രത്യേക എനർജി ഈ സിനിമയിൽ അദ്ദേഹത്തിനുണ്ട്. മുകേഷ് ചേട്ടനായാലും സായി ചേട്ടനായാലും വണ്ണമൊക്കെ കുറച്ച് ഇതിനുവേണ്ടി കുറച്ച് തയ്യാറെടുപ്പുകളൊക്കെ അവരും നടത്തി. ആവേശത്തോടെ തന്നെയാണ് അവരും ഇതിനെ സ്വീകരിച്ചത്. അപ്പം അങ്ങനെ എന്താ പറയുക, നമ്മൾ മാത്രം ചെറുപ്പക്കാർ എന്നുള്ളതിനൊക്കെ അവരും നമ്മുടെ ഇതിലേക്ക് അവരും ചേർന്നു എന്നുള്ളതാണ് എൻ്റെ ശരി. നമ്മളൊരു ജനറേഷനിലും പെട്ട സിനിമകൾ ചെയ്യണം എന്ന് വിചാരിച്ച് ചെയ്യുന്നതല്ല.
നമ്മൾക്കൊരു സബ്ജക്റ്റ് കിട്ടുന്നു, ഒരു സിനിമ ചെയ്യുന്നു, എന്നതിൽ കവിഞ്ഞ ഒരു ജനറേഷൻ്റെയും പാർട്ട് അങ്ങനെയൊന്നുമില്ല. ഇപ്പം തീർച്ചയായിട്ടും നമ്മളെ സ്വാധീനിക്കും. കറണ്ട് ആയിട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മളെ സ്വാധീനിക്കുമായിരിക്കും. ഇപ്പോൾ 5 വർഷം മുമ്പ് നമ്മൾ ആലോചിച്ച പോലെ ആകില്ല നമ്മളിപ്പോൾ ഒരു അതേ സെയിം കഥയെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്. അതെന്തായാലും നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ താല്പര്യങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരു ഇൻസ്പിറേഷൻ കിട്ടുക എന്നുള്ള, കാരണം ഇത് നമ്മൾ ആലോചിച്ച് തുടങ്ങിയ സമയത്തൊന്നും ആ മാറ്റം, ഈ പറയുന്ന കുടുംബചിത്രങ്ങൾ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. അന്ന് ഈ സോ കോൾഡ് ന്യൂ ജനറേഷൻ സിനിമകളുടെ കത്തി നിൽക്കുന്ന സമയത്ത് തന്നെയാണ് ഇത് ആലോചിച്ചത്. തമാശയ്ക്കെന്നും ഇവിടെ ഓഡിയൻസ് ഉണ്ട്, കുടുംബചിത്രങ്ങൾക്ക് എന്നും ഓഡിയൻസ് ഉണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ഒരു ഉറപ്പും ബലവും ഒക്കെ. എന്നെ സംബന്ധിച്ച് എനിക്ക് സിനിമ എന്നേ ഉള്ളൂ, അല്ലാതെ ഇന്ന കാറ്റഗറി ഇപ്പോൾ ജോണർ പോലും നമ്മളത് ചെയ്യുമ്പോൾ അങ്ങനെ ആകുന്നു എന്നല്ലാതെ ഇനി അടുത്തൊരു കോമഡി സിനിമ എടുത്തേക്കാം, അല്ലെങ്കിൽ അടുത്തൊരു സെൻറ്റിമെൻ്റൽ എടുത്തേക്കാം, അങ്ങനെയൊന്നും ഞാൻ വിചാരിക്കാറില്ല. എനിക്ക് നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന ഒരു കഥ വന്നു കഴിഞ്ഞാൽ, ഇത് ചെയ്യണമെന്ന് തോന്നുന്ന ഒരു കഥ വന്നു കഴിഞ്ഞാൽ നമ്മളതിലേക്ക് പോവുക എന്നതല്ലാതെ അത് കൂടുതൽ ഞാൻ ആലോചിക്കാറേ ഇല്ല.